ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയൊരു പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ഇന്ന് മാർക്കറ്റിനെ സ്വാധീനിക്കുന്നത് കംപ്ലീറ്റ്ലി നമ്മുടെ റിസൾട്ട് ഡേറ്റാസ് തന്നെയാണ്. പിന്നെ ട്രംപിൻ്റെ ഒരു ഒരു ടോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യ റഷ്യൻ ഓയിൽ മേടിക്കുന്നത് നിർത്തും എന്നുള്ളൊരു സംഭവം പറഞ്ഞ് കേൾക്കുന്നു. പുള്ളിക്കാരൻ പറഞ്ഞാണ്, ട്രംപ് പറഞ്ഞാണ്. എത്രത്തോളം അതിൽ ശരിയുണ്ടെന്നുള്ളത് ഇന്ത്യ പ്രതികരിച്ചിട്ടില്ല അതിനകത്ത്. അതത്ര നല്ലൊരു പരിപാടി അല്ലെങ്കിലും പ്രതികരണം ഒന്നും അതിനകത്ത് ഇല്ല. സോ അത് മാർക്കറ്റിനെ ഇപ്പോൾ ഒന്നും ബാധിക്കില്ലെങ്കിലും അതിൻ്റെ റിപ്ലൈ എന്താണെന്നുള്ളതിനനുസരിച്ചിട്ട് മാർക്കറ്റിൽ ബാക്കി സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്തപ്പെട്ടേക്കും. അതുവരേക്കും ഇന്ത്യയിലെ മെയിൻ കമ്പനീസിൻ്റെ റിസൾട്ട് സീസൺ തന്നെയാണ് മാർക്കറ്റിനെ സ്വാധീനിക്കുക. ആക്സിസ് ബാങ്കിൻ്റെ റിസൾട്ട് ഇന്നലെ അത്ര നല്ലതല്ലായിരുന്നു. ഈ പറഞ്ഞ പോലെ നാളെ റിലയൻസിൻ്റെയും മറ്റന്നാൾ HDFC ബാങ്കിൻ്റെയും റിസൾട്ട് ഉണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുക. തിങ്കളാഴ്ചയാണ് ഏറ്റവും കൂടുതൽ. തിങ്കളാഴ്ച മാർക്കറ്റ് അവധിയാണെന്ന് തോന്നുന്നു. ചൊവ്വാഴ്ച ഐ തിങ്ക് ഏതോ ഒരു ദിവസത്തിലാണ് അതിനകത്ത് മാർക്കറ്റിൽ അത് അഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. സോ ബെറ്റർ ആയിരിക്കും എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. നമുക്ക് നോക്കാം. സാധാരണയായിട്ട് ദീപാവലി സീസണിൽ നമ്മുടെ മാർക്കറ്റ് ഏറ്റവും ഹയസ്റ്റ് വാല്യൂ പീക്ക് ചെയ്യാനാണ് സാധ്യത കൂടുതലുണ്ടായിരിക്കുക. നമുക്ക് 25,600 റേഞ്ചിലാണ്, 650 അങ്ങനെ എങ്ങാണ്ടാണ് പ്രീവിയസ് സ്വിങ് ഹൈ എന്ന് പറയുന്നത്. അതായത് ഇതിന് മുന്നേ അടിച്ചിട്ടുള്ള ഹൈ എന്ന് പറയുന്നത്. അതിന് മേളിൽ 26 സംതിങ് വന്നിട്ടുണ്ട്. എന്നാലും 25,600 അടുത്തൊരു ഈ കഴിഞ്ഞ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് വരാനായിരിക്കും ഫൈറ്റ് ചെയ്യുക. ഐ തിങ്ക് ചിലപ്പോൾ എത്തണം എന്ന് നിർബന്ധമില്ല. ബട്ട് മാർക്കറ്റ് കഴിഞ്ഞ 3-4 ദിവസമായിട്ട് അത് തന്നെയാണ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇന്നലെ മാർക്കറ്റിൽ ഞാൻ ഇന്നലത്തെ അനാലിസിസിനകത്ത് ഒരു നെക്സ്റ്റ് ടാർഗറ്റ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പോകാനുള്ള ഒരു റേഞ്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൃത്യമായിട്ട് അത് പോയിട്ടുണ്ട് എന്നുള്ളതിൽ വളരെ സന്തോഷം. അത് ട്രേഡ് ചെയ്ത് കാശുണ്ടാക്കിയ ആൾക്കാരുടെ സ്ക്രീൻഷോട്ട് അവിടെ കണ്ടു. സ്റ്റുഡൻസിൻ്റെ ഇടയിലും അങ്ങനെ ഒരു നല്ലൊരു മൂവ്മെൻറ്റ് കണ്ടു. അപ്പോൾ നമ്മുടെ ലൈവ് കൊണ്ട് പ്രയോജനമുണ്ട് എന്നുള്ളത് എനിക്ക് അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. വളരെ സന്തോഷം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ചാർട്ടിലേക്ക് കടക്കാം. ഓക്കെ, ഇത് നമ്മുടെ 15 മിനിറ്റ് ടൈം ഫ്രെയിമിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, മാർക്കറ്റിൽ ഇങ്ങനെയായിരുന്നു. അതിനകത്തൊരു പാറ്റേൺ ഉണ്ടായിരുന്നു. മാർക്കറ്റ് ആദ്യത്തെ ക്യാൻഡലിൽ തന്നെ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തു. ട്രെൻഡ് ലൈനിൽ ബ്രേക്ക് ചെയ്തപ്പോൾ എൻട്രി എടുത്ത സ്ക്രീൻഷോട്ടൊക്കെ അവിടെ നിങ്ങൾ കണ്ടതായിരിക്കും. സ്റ്റുഡൻസ് ആയിട്ടുള്ളവരും എടുത്തിട്ടുണ്ട്, അല്ലാതെ നമ്മുടെ ഗ്രൂപ്പ് മെമ്പേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. വളരെ സന്തോഷം. പോയിട്ട് ഇതൊരു ഫ്ലാഗ് ക്രിയേറ്റ് ചെയ്ത് തിരിച്ച് കയറിയപ്പോഴായിരുന്നു യഥാർത്ഥ ട്രേഡ് വന്നത്. നല്ലൊരു ട്രേഡ് വന്നു, ടാർഗറ്റ് ഹിറ്റ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം വീണ്ടും നമ്മൾ പേഴ്സണലി ക്രിയേറ്റ് വെച്ച ഒരു ടാർഗറ്റ് ഉണ്ടല്ലേ 330 റേഞ്ചിൽ. ആ 330 ഐ തിങ്ക് ഓക്കെ 350 നല്ലൊരു നമ്പർ അവിടെ ഉണ്ടായിരുന്നു. 350 ഹിറ്റ് ചെയ്തു. ആക്ച്വലി 360 വരെ പോയിട്ട് 370 വരെ പോയിട്ട് അതവിടെ റെസിസ്റ്റൻസ് എടുത്ത് നിന്നു എന്നുള്ളതേ ഉള്ളൂ. എന്തായാലും ഈ ഏരിയ എത്തി എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം. നമ്മളിപ്പോൾ ഒരു ബുള്ളിഷ് ഏരിയയിലാണ് നിൽക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ പൊസിഷൻസും ഉണ്ട്. നമ്മൾ പുതിയ സ്വിംഗ് പൊസിഷൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്നലെ ശ്രദ്ധിക്കാതെ പോയ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു വീഡിയോ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ലിങ്ക്ഡിനിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും റിപ്ലൈസ് വന്നു. വാട്സാപ്പിനകത്ത് ഞാനത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ സന്തോഷം എല്ലാവരും അത് കാണുന്നുണ്ട് എന്നുള്ളത്. ഫുൾ ക്വാണ്ടിറ്റിയിൽ പൊസിഷൻ എടുക്കാതിരിക്കുക. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഒരു 1 lakh ക്യാപിറ്റൽ എന്നുണ്ടെങ്കിൽ ഒരു 20 into ഒരു 3 സ്റ്റോക്സ് ഒക്കെ എടുത്താൽ മതിയാവും. ബാക്കി ക്യാപിറ്റൽ അവിടെ സേഫായിട്ട് ഇരിക്കട്ടെ. ട്രംപുള്ള കാലത്തോളം ഫുൾ ക്യാപിറ്റൽ ഇടാൻ പറ്റത്തില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു, നല്ല ബ്രേക്കൗട്ട് തോന്നുന്നു ഓരോ സ്റ്റോക്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് പോവുക എന്നുള്ളത് മാത്രമാണ് അവിടെ ചെയ്യാൻ കഴിയുക. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിൽ എന്താ സിറ്റുവേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത 400 റേഞ്ചിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. 400 to 500 അടുത്ത ടാർഗറ്റ് റേഞ്ച് എന്ന് പറയുന്നത്. സോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മാർക്കറ്റ് പ്രീവിയസ്ലി ഉണ്ടാക്കിയൊരു ഹൈ എന്ന് പറയുന്നത് ഐ തിങ്ക് അതൊരു 25,600 and something ആണ്. ഓക്കെ, ഇതിൻ്റെ ഹൈ എന്ന് പറയുന്നത് 24,670 ആണ്. ആ റേഞ്ചിലോട്ടാണ് മാർക്കറ്റ് ഹൈ ചെയ്ത് പോകാനുള്ള സാധ്യത. നമുക്ക് അപ്പോൾ അടുത്ത ടാർഗറ്റ് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് 25,400, 25,440
25,440 എന്നുള്ള അടുത്തൊരു റേഞ്ചാണ്. 25,440 ടു 24,500. അത് കഴിഞ്ഞാൽ 25,600. അത്യാവശ്യം നല്ലൊരു റെസിസ്റ്റൻസ് ഉള്ള ഒരു ഏരിയയാണ്. ആ റെസിസ്റ്റൻസ് ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് അത് നോക്കാം. ക്യാൻഡലുകൾ ഗുഡാണ്. ഈ ഒരു റേഞ്ചിന് മേളിൽ വീണ്ടും ഹൈയിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ച് നിങ്ങൾക്ക് SL കീപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് അടുത്ത 25,440, 25,500, 25,600 എന്നിങ്ങനെയുള്ള ടാർഗറ്റ്സ് അവിടെ നിങ്ങൾക്ക് മീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ അത്യാവശ്യം നല്ല ക്യാപിറ്റലിൽ സ്വിംഗ് പൊസിഷൻ എടുത്തിട്ടിട്ടുണ്ട്. സ്റ്റുഡൻസ് ഗ്രൂപ്പിനകത്തും അവിടെ കുറച്ച് പേര് ആ പൊസിഷൻസ് എടുത്തതായിട്ട് കണ്ടു. സന്തോഷം. അതിൻ്റെ SL എന്ന് പറയുന്നത് എപ്പോഴും 25,240 ഓർ 25,100 കീപ്പ് ചെയ്യുക. മാർക്കറ്റ് താഴോട്ട് വരും. ഇല്ലെങ്കിൽ വലിയൊരു ബാഡ് ന്യൂസ് വരുവാണെങ്കിൽ പാർഷ്യലായിട്ട് നിങ്ങളുടെ ക്വാണ്ടിറ്റി ഒഴിവാക്കുക. നല്ല മാർക്കറ്റ് വരുമ്പോൾ നമുക്ക് വീണ്ടും കയറാം. ബിക്കോസ് ലാഭത്തിൽ നിൽക്കുന്ന ആ ലാഭം നമുക്ക് വേണം. അതാണ് അതിൻ്റെ അകത്തുള്ള കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. സോ എൻ്റെ അനാലിസിസ് ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ സേഫായിട്ട് ട്രേഡ് ചെയ്യുക. ടേക്ക് കെയർ.